പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ UDF പ്രവർത്തകർ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ആഘോഷ പ്രകടനമാണ്. 21 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിലേക്കുള്ള മത്സരത്തിൽ 18 സീറ്റും പിടിച്ച് ശക്തമായ മുന്നേറ്റം നടത്തിയ UDF പ്രവർത്തകർ കടുങ്ങാത്തുകുണ്ടിൽ നിന്നും ആരംഭിച്ച് പുത്തനത്താണിയിൽ അവസാനിക്കുന്ന വിജയാഘോഷ പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻനിരയിൽ തന്നെ UDFൻ്റെ നേതാക്കന്മാർ അണിനിരന്നിരിക്കുന്നു. അതിന് പിറകിലായി വിജയിച്ച സ്ഥാനാർത്ഥിമാരും അവർക്ക് പിറകിലായി AV വാർഡ്സ് DJ സൗണ്ട് സിസ്റ്റവും അതിലൂടെ മുഴങ്ങുന്ന സംഗീതത്തിനനുസരിച്ച് താളമെടുക്കുന്ന യുവാക്കളും കുട്ടികളും അവർക്കും പിറകിൽ ഫുൾ ടീം മ്യൂസിക് ഡോൾ ടീമും അവരോടൊപ്പവുമുണ്ട് ധാരാളം ചെറുപ്പക്കാർ. വാദ്യോപകരണങ്ങളിലൂടെ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദങ്ങൾക്കനുസൃതമായി താളമെടുത്തുകൊണ്ട് എല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ കൽപ്പകഞ്ചേരി പഞ്ചായത്തിന് കീഴിൽ UDF സംഘടിപ്പിച്ച ഘോഷയാത്ര ഗംഭീരം തന്നെയായിരുന്നു. അതിൻ്റെ ലൈവ് കാഴ്ചകളാണ് ഇനി നമ്മൾ തുടർന്ന് കാണാൻ പോകുന്നത്. അടയാളങ്ങളിലും കൈപ്പത്ത് അടയാളങ്ങളിലും UDFന്റെ സാരഥികൾക്ക് വോട്ടുകൾ നൽകിയ നല്ലവരായ വോട്ടർമാരെ, നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങൾ, നിങ്ങൾക്ക് അഭിവാദ്യം. പ്രിയമുള്ളവരെ, ഇതിനെല്ലാം പുറകിലായി ധാരാളം വാഹനങ്ങളാണ് അകമ്പടി സ്വീകരിച്ച് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. അത്തരം കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണെത്താ ദൂരത്താണ് വാഹനങ്ങളുടെ നീണ്ട നിര മന്ദം മന്ദം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് അൻസാർ അറബിക് കോളേജിൻ്റെ മുറ്റത്ത് നിന്നായിരുന്നു ഈ ഘോഷയാത്ര പുറപ്പെട്ടത്. ഘോഷയാത്രയിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെല്ലാം ഒപ്പിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, DJ സൗണ്ട് സിസ്റ്റത്തിൻ്റെ തൊട്ടുപുറകിലായിട്ട് എല്ലാം മറന്ന് ആനന്ദ നൃത്തമാടുന്ന യുവാക്കളെയും കുട്ടികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ തീർച്ചയായും നമ്മൾ മറന്നു പോകാതിരിക്കേണ്ടതുണ്ട്. എതിർപക്ഷം ഒരു കാലത്ത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് നേരെ ഉന്നയിച്ചിരുന്ന ഒരു ആരോപണമായിരുന്നു, അതല്ലെങ്കിൽ അവരുടെ ഒരു പരിഹാസ സ്വരമായിരുന്നു, കറുപ്പ് സൂപ്പണിഞ്ഞ വൃദ്ധകളും തലനിരച്ച ഒരൽപ്പം വൃദ്ധന്മാരും യാത്ര പറയുന്നതോടുകൂടെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയും അവിടെ അവസാനിക്കും എന്നുള്ളതായിരുന്നു ശത്രുപക്ഷം, പ്രത്യേകിച്ച് CPMൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരമായി മുസ്ലിം ലീഗിന് നേരെ ഉണ്ടായിരുന്ന പരിഹാസം. പക്ഷേ കാലം പിന്നിടുന്നതിനോട് കൂടെ തന്നെ അവർ ഉന്നയിച്ചിരുന്ന പരിഹാസങ്ങളും അവരുടെ നിരീക്ഷണങ്ങളും തീർത്തും തെറ്റാണെന്ന് കാലം തെളിയിച്ചു കൊണ്ടേയിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു കമ്മ്യൂണിസത്തിൻ്റെ കാഴ്ചപ്പാടുകളെങ്കിൽ
ഹരിതരാഷ്ട്രീയം തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പൂർവാധികം ശക്തിയോടെ കൈമാറിക്കൊണ്ടേയിരുന്നു. അതിനുള്ള ഉത്തരങ്ങൾ ധാരാളമാണെങ്കിലും ഇവിടെ സ്ക്രീനിൽ കാണുന്ന കാഴ്ചകളിലൂടെ പ്രേക്ഷകർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആഘോഷപ്രകടനം കടന്നു പോകുന്നത് കാണാൻ റോഡിൻ്റെ ഇരു സൈഡിലുമായി കുടുംബസമേതം ധാരാളം ആളുകളാണ് ആകാംക്ഷയോടെ ഈ ഘോഷയാത്ര കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അത്തരം കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാഥയുടെ മുൻനിരയിൽ തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വവും കോൺഗ്രസിന്റെ നേതൃത്വവും കൂടെ വെട്ടം ആലിക്കോയ സാഹിബും തലമുതിർന്ന ധാരാളം നേതാക്കളെയും നമുക്ക് കാണാൻ സാധിക്കും. അവരോടൊപ്പം AP സമദ് സാഹിബിനെയും രണ്ടത്താണി അബ്ദുറഹിമാൻ സാഹിബിനെയും പ്രേക്ഷകർ കാണുന്നുണ്ടാകും. കാണികളായി കാത്തിരിക്കുന്നവർ അവരുടെ മൊബൈൽ ഫോണിലൂടെ അതീവ സന്തോഷത്തോടുകൂടെ ഘോഷയാത്ര കടന്നു പോകുന്നത് ഒപ്പിയെടുക്കുന്ന സുന്ദരമായ കാഴ്ചകളും പ്രേക്ഷകർ അതിനിടയിൽ ശ്രദ്ധിക്കുന്നുണ്ടാകും. ജാഥയുടെ മുൻപന്തിയിൽ തന്നെ നിയമപാലകർ ക്രമസമാധാന നില തകർന്നു പോകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടിയെന്നോണം പരിസരം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ഉത്തരവാദിത്തമുള്ളവരായി മാറുന്നു. ഇപ്പോൾ ജാഥ കടന്നു പോകുന്നത് മേലങ്ങാടി ജുമാ മസ്ജിദ് പരിസരത്തിലൂടെയാണ്. കൽപ്പകഞ്ചേരിയാണ് അടുത്ത ലക്ഷ്യം. മേലങ്ങാടി ടൗണിൽ ജാഥ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രായം ചെന്നവരെയും യുവാക്കളെയും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെട്ടിടത്തിൻ്റെ മുകളിൽ പോലും ധാരാളം ആളുകൾ ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരൽപ്പം കരിമരുന്ന് പ്രയോഗവുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജാഥ കൽപ്പകഞ്ചേരി അങ്ങാടിയും ലക്ഷ്യം വെച്ച് കടന്നു വരികയാണ്. അതിനിടയിൽ തൻ്റെ പിതാവിൻ്റെ ഓട്ടോയിൽ നിന്നും ഹരിതവർണ്ണ പൂങ്കൊടി വാനിൽ പാറിപ്പറത്തിക്കൊണ്ട് MSFന്റെ പ്രവർത്തക
പ്രിയമുള്ളവരെ, അങ്ങനെ ജാഥ കൽപ്പകഞ്ചേരി അങ്ങാടിയിലെത്തിയിട്ടുണ്ട്. ടൗൺ മുസ്ലിം ലീഗ് ഓഫീസിൻ്റെ മുൻപിലായിട്ട് പാർട്ടി പ്രവർത്തകരെല്ലാം തമ്പടിച്ച് കൂടിയിട്ടുണ്ട്. ധാരാളം കരിമരുന്ന് പ്രയോഗങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ധാരാളം കാഴ്ചക്കാരും അവിടെ ഇരു സൈഡിലുമായിട്ട് തമ്പടിച്ച് കൂടിയിട്ടുണ്ട്. ക്യാമറയ്ക്ക് നേരെ നോക്കി ടാറ്റ പറയുന്ന MSFൻ്റെയും ബാലകേരളയുടെ ഒക്കെ പ്രവർത്തകരെ നിങ്ങൾ കാണുന്നുണ്ടാവും. കൽപ്പകഞ്ചേരി അങ്ങാടിയിൽ നിന്നും പുത്തനത്താണിയിലേക്ക് ഈ യാത്ര ഒരു പോക്ക് പോകാനുണ്ട്. ആ കാഴ്ച അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. Thank you for watching.